പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാസക്കാലത്തിലേറെയായി സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരള നടത്തിയ ലോങ് മാർച്ചിന്റെ സമാപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ശമ്പളമോ DCRGയോ പെൻഷനോ മിനിമം പെൻഷനോ ഇൻവാലിഡ് പെൻഷനോ അതുപോലെ തന്നെ മറ്റു മെഡിസപ്പ് പോലുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ജീവനക്കാർ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് മുഖ്യധാര സർവീസ് സംഘടനകളാണ്. മുഖ്യധാര സർവീസ് സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമക്കൂട്ടങ്ങളായിക്കൊണ്ട് അധപ്പതിച്ചപ്പോൾ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്ക് പല പ്രശ്നങ്ങൾ അധികാരികളെ അറിയിക്കാൻ SNPS ECK മാത്രമാണുള്ളത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരള രൂപം കൊണ്ടത്. അതുകൊണ്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്ത സർവീസ് സംഘടനകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാലം അവസാനിച്ചിരിക്കുന്നു. 2013 മുതൽ സർവീസിൽ കയറുന്ന ജീവനക്കാർ അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഭരണാധികാരികൾ ഈ അവകാശങ്ങൾ അത്രയും ജീവനക്കാരുടേത് ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ നിങ്ങൾ 2 പ്രാവശ്യം ചതിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ് ജീവനക്കാരെ വഞ്ചിച്ച് ജീവനക്കാരുടെയും ആശ്രിതരുടെയും കുടുംബങ്ങളുടെയും വോട്ട് വാങ്ങി നിങ്ങൾ അധികാരത്തിലേറി. 2ാമത്തെ പ്രാവശ്യം പുനഃപരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് വന്നാലുടൻ ജീവനക്കാർക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ജീവനക്കാരെ വഞ്ചിച്ചു. ജീവനക്കാരെ നിരന്തരമായി കൊണ്ട് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തെ 2 പ്രാവശ്യവും അധികാരത്തിലെത്തിയത് ഞങ്ങളുടെ വിരൽ തുമ്പുകളിൽ പുരട്ടിയ മഷിയടയാളങ്ങളാണ്. ആ മഷിയടയാളങ്ങളാണ് നിങ്ങളെ ഈ മതിൽ കെട്ടിനകത്തി എത്തിച്ചത്. അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ പര്യാപ്തമായ ഒരു ശക്തിയായിക്കൊണ്ട് ഞങ്ങൾ പരിണമിച്ചിട്ടുണ്ട് എന്ന താക്കീതാണ് ഭരണാധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അറിയിക്കാനുള്ളത്. ഇത് സഗൗരവം നിങ്ങൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ 2 ഇലക്ഷനുകൾ വരാനിരിക്കുന്നു. ഈ 2 ഇലക്ഷനുകളിലായി വളരെ ശക്തമായ ഷോക്ക് ട്രീറ്റ്മെന്റ് തരാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ഭരണാധികാരികളോട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് ഈ ലോങ് മാർച്ചിന് ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. ഇതിന്റെ സംഘാടക സമിതിക്ക്, ഇതിൽ പങ്കെടുത്തവർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ജയ് SNPS ECK.